ഹായ് ഓൾ, വെൽക്കം ടു ഹോംലി പ്രോഫിറ്റ്സ്. ഇന്ന് ഓഗസ്റ്റ് 13 അപ്പം ഇന്നിപ്പോൾ ഫസ്റ്റ് ബാങ്ക് നിഫ്റ്റിയുടെ 50 മിനിറ്റ്സ് ചാർട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇന്നിപ്പം ഓപ്പൺ ആയത് ഈ ഒരു റേഞ്ചിലാണ് ഓപ്പൺ ആയത്. അതായത് ഇന്നലത്തെ ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്യാൻ ഇപ്പം ബാങ്ക് നിഫ്റ്റിക്ക് ഇന്ന് സാധിച്ചില്ല. അപ്പോൾ 5400 എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ വരച്ചതാണ്. നല്ലൊരു കോൾ റേറ്റിംഗ് വന്നിരിക്കുന്ന ഒരു ഏരിയ ആണ്. പക്ഷേ ഇത് ബ്രേക്ക് ചെയ്യാൻ ഇന്ന് സാധിച്ചില്ല. അതുപോലെ തന്നെ താഴേക്ക് ഞാൻ ഷോർട്ട് ചെയ്യാനാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു ലെവൽ എന്നുള്ളത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ ആണ് ഈ 55,000 എന്ന് പറയുന്നത്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്താലാണ് താഴേക്ക് നല്ല മൂവ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം അതും ഇന്ന് ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പം ഇന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്ന ഒരു പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇത് ഗ്യാപ്പ് അപ്പായി, ഇവിടെയായിരുന്നു ഇന്നലത്തെ ക്ലോസിങ് വന്നത്. ഗ്യാപ്പ് അപ്പായി ഈ ഒരു ലെവലിൽ നിന്ന് സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ലോങ് ട്രൈ ചെയ്യാം, ഈ ഒരു ഏരിയയിൽ നിന്ന് ലോങ് ട്രൈ ചെയ്യാമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പം ഇത് ലോങ് പോയി. പക്ഷേ ഈ ഒരു ഹൈ, ഇന്നത്തെ ഒരു ഹൈ തന്നെ ഇന്ന് ബ്രേക്ക് ചെയ്യാൻ ഇന്ന് ബാങ്ക് നിഫ്റ്റിക്ക് സാധിച്ചില്ല. അപ്പം ഇവിടുന്ന് ലോങ് എടുത്ത് നമുക്ക് എൻട്രീസ്, ഇവിടെ കുറച്ച് പോയിന്റ്സ് ഒക്കെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന എൻട്രീസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു നല്ലൊരു ലോങ് കിട്ടണമെങ്കിൽ ഈ ഒരു റേഞ്ചെങ്കിലും 55,600 എങ്കിലും ബ്രേക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഒരു 55,500 എന്നുള്ള ഈ ഒരു ഇപ്പം ചാർട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താലാണ് നല്ലൊരു ലോങ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇപ്പം ഇന്ന് മാർക്കറ്റ് നിന്നത് ഈ ഒരു റേഞ്ചിൽ തന്നെയാണ്. അപ്പം ഈ ഒരു ഇന്നലെ ക്യാൻഡലിൻ്റെ ആ ഒരു റേഞ്ച് ഒരു 1245 വന്ന് ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് അത്യാവശ്യം നന്നായിട്ട് കോൾ റേറ്റിംഗ് വന്ന ഒരു സ്ട്രൈക്ക് പ്രൈസ് ആണ് 54,400. അപ്പം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലെവല് അത് തന്നെ അല്ല, ആ ഒരു ലെവൽ എന്ന് പറയുന്നതും ഇന്നത്തെ ഒരു ഹൈ എന്ന് പറയുന്നത് ഏകദേശം ഒരേ പോയിന്റ് തന്നെയായിരുന്നു. പക്ഷേ മാർക്കറ്റ് ഇന്ന് അവിടം വരെ പോകാൻ മാർക്കറ്റിന് സാധിച്ചില്ല. ഇത് നല്ല വീക്കായിട്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം നിഫ്റ്റീനെ കമ്പയർ ചെയ്യുമ്പോൾ ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടി വീക്കായിട്ടാണ് തോന്നുന്നത്. ഇപ്പം നിഫ്റ്റീൻ്റെ ചാർട്ട് എടുക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് ഈ ഒരു ഗ്യാപ്പ് അപ്പിൽ തന്നെയാണ്. പക്ഷേ നിഫ്റ്റി ഗ്യാപ്പ് അപ്പ് ആണെങ്കിലും ഈ ഒരു ലെവല് ഇവിടെ ഈ ഒരു ലെവലിൽ സപ്പോർട്ട് എടുത്തു. അപ്പം നിഫ്റ്റീൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവലിൽ സപ്പോർട്ട് എടുത്തിട്ടാണ് അത് മുകളിലേക്ക് പോയത്. അതായത് ഈ ഒരു ലെവൽ ടെസ്റ്റ് ചെയ്തില്ല. അപ്പം ബാങ്ക് നിഫ്റ്റിൻ്റെ കേസിലാണെങ്കിൽ അത് ആ ലെവൽ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഫർദർ ഒരു അപ്പ് മൂവ് തന്നത്. പക്ഷേ നിഫ്റ്റി കുറച്ചും കൂടി സ്ട്രോങ് ആയി ഈ ഒരു ലെവലിൽ നിന്ന് തന്നെ സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോയി. അതുപോലെ തന്നെ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവലിലും നിഫ്റ്റി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നിഫ്റ്റീൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് നിഫ്റ്റി പോയി. ബാങ്ക് നിഫ്റ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ നിഫ്റ്റിക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് ഇന്ന് മാർക്കറ്റ് ഉണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റി കുറച്ച് വീക്കായിട്ടാണ് നമുക്കിന്ന് കാണാൻ കഴിഞ്ഞത്. ഇത് ബാങ്ക് നിഫ്റ്റീൻ്റെ ഡേ ക്യാൻഡിലാണ്. ബാങ്ക് നിഫ്റ്റീൻ്റെ ഡേ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഇപ്പം 1 അവറിൻ്റെ ഇതെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് 1 അവർ വെച്ചിട്ടാണ് ഞാനിത് വരച്ചത്. അപ്പോൾ 1 അവറിൻ്റെ ഒരു ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ നല്ലൊരു ട്രയാങ്കിൾ പാറ്റേൺ ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് ഇപ്പം ബാങ്ക് നിഫ്റ്റീൻ്റെ കേസിൽ. അപ്പോൾ നമുക്ക് ഇപ്പം ഡെയിലി ക്യാൻഡിൽ നോക്കുമ്പോഴാണെങ്കിലും ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഭയങ്കര നാരോ ആയിട്ട് അല്ലെങ്കിൽ ഒരു ട്രയാങ്കുലർ പാറ്റേൺ നമുക്ക് ഈ ഡേ ക്യാൻഡിലാണെങ്കിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇത് ഏതെങ്കിലും ഒരു ലെവലിലേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു മൂവ് തന്നെ നമുക്ക് കിട്ടാനുള്ള ചാൻസും ഉണ്ട്. അപ്പം ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു റെസിസ്റ്റൻസ് സോണ് അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ട് സോൺ ഇപ്പം 2-3 ദിവസമായിട്ട് അല്ലെങ്കിൽ ഒരാഴ്ചയായിട്ട് ഇപ്പം ഓഗസ്റ്റ് 5 മുതൽ ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ്. ഓഗസ്റ്റ് 5 ഹൈ എന്ന് പറയുന്നത് ഇതുവരെ ബ്രേക്ക് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു ഓഗസ്റ്റ് 7 ഈ ലോയും ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പം ഈ 2-3 ക്യാൻഡിൽസ് 4-5 ക്യാൻഡിൽസ് ഒരേ ഇതിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം ഈ ഒരു ലെവൽ എങ്ങോട്ടേക്കും ബ്രേക്ക് ചെയ്താലാണ് നമുക്ക് നല്ലൊരു മൂവ് ഇപ്പം ഡെയിലിയിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം ഈ ഒരു ട്രയാങ്കിൾ പാറ്റേൺ എങ്ങോട്ടെങ്കിലും ബ്രേക്ക് ചെയ്താലും നല്ലൊരു മൂവ് നമുക്ക് കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ പാറ്റേൺ ബേസ് ചെയ്ത്
ഇതൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ആ ഒരു ഇതും കൂടി നോക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല എൻട്രീസ് ഒക്കെ കിട്ടും. ഇനിയിപ്പം നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഞാനിപ്പോൾ ഒരു ചാനലിവിടെ വരച്ചിട്ടുണ്ട്. ഇത് ഡേ ക്യാനലിൽ നോക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ടൈറ്റ് ചാനലായിട്ടാണ് ഇപ്പോൾ ഡെയിലിയിൽ നിഫ്റ്റീൻ്റെ ഇത് പോയിരിക്കുന്നത്. 2-ാം തീയതിത്തെ ഒരു ക്യാൻഡിലിന് ഒരു ഫോളോ ത്രൂ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ബെയറിഷായിട്ട് തന്നെ മാർക്കറ്റ് പോകുമായിരുന്നു. പക്ഷേ ഇന്ന് അതിനൊരു ഫോളോ ത്രൂ ഇല്ലാണ്ട് അതുപോലെ തന്നെ ഈ ഒരു 50% വന്ന് സ്റ്റോപ്പ് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു നിഫ്റ്റി എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരു ഇതായിട്ട് ഇന്ന് നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിഞ്ഞു. അപ്പം ഈ ഒരു ഏരിയയെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ ഒരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റ് വന്നു എന്നെങ്കിലും പറയണമെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് ഈ ഒരു ചാനൽ ബ്രേക്ക് ചെയ്ത് ഈ ഒരു ലെവൽ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും. അതുവരെ ഇപ്പം ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ഒരു ഷോർട്ട് തന്നെയാണ്. ഒരു ഓവറോൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഡൗൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഡയറക്ഷൻ ഈ ചാനലിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു ഡയറക്ഷൻ ഒരു അപ്പ് മൂവ് നമുക്ക് കിട്ടുകയാണെങ്കിൽ നല്ലൊരു മൂവ് തന്നെ നമുക്ക് കിട്ടാനുള്ള ചാൻസും ഉണ്ട്. അപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ വേറെ എവിടെ നോക്കുകയാണെങ്കിലും ഇപ്പം ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചാനൽ എന്ന് പറയുന്നത് അപ്പം നാരോ ഒരു ചാനലായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കിട്ടുകയാണെങ്കിൽ ഇപ്പം നാളെ ഇപ്പോൾ എക്സ്പയറി ആയതുകൊണ്ട് നാളെ അത് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് അത് അറിയില്ല. പക്ഷെ ബ്രേക്ക് ചെയ്താൽ നല്ലൊരു മൂവ് ഏത് ഡയറക്ഷനിലാണെങ്കിലും കിട്ടും. അപ്പം ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ക്യാൻഡലിൻ്റെ വിക്കിൻ്റെ മുകളിലെങ്കിലും ക്ലോസ് ചെയ്താലാണ് നമുക്ക് ആ ഒരു ബുള്ളിഷ്നെസ് വന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഈ ക്യാൻഡിൽ ഇന്നിപ്പോൾ ക്ലോസ് വന്നിരിക്കുന്നത് തന്നെ ഈ ഒരു വിക്കിൻ്റെ ഉള്ളിലാണ്. അപ്പം സ്റ്റിൽ അതൊരു ഡൗൺ ട്രെൻഡ് ആയിട്ട് ഇപ്പം നാളെ ഒരു ക്യാൻഡിൽ ഒരു റെഡ് വന്നു കഴിഞ്ഞാൽ വീണ്ടും സെൻറ്റിമെൻറ്റ് നമുക്ക് ഡൗൺ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ഗ്രീൻ വെച്ചിട്ട് നമുക്ക് ഒരു ബുള്ളിഷായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ മാർക്കറ്റ് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു ബെയറിഷ് തന്നെയാണ്. ഈ ഒരു വിക്കിൻ്റെ മുകളിലെങ്കിലും മാർക്കറ്റ് ക്ലോസ് വന്ന് ഈ ചാനൽ ബ്രേക്ക് ചെയ്താലാണ് ബുള്ളിഷ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം ഇതാണ് ഒരു ഡേ ക്യാൻഡിൽ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പം നാളത്തെ ഒരു ലെവൽസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ബാങ്ക് നിഫ്റ്റിയുടെ 50 മിനിറ്റ്സ് ക്യാൻഡിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഞാൻ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ വാല്യൂസ് കാണിച്ചു തരാം. ഇത് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പം 55,500 ഏറ്റവും കൂടുതൽ കോൾ റേറ്റിംഗ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് 56,000 അതുപോലെ തന്നെ പുട്ട് റേറ്റിംഗ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ഈ 55,000 പിന്നെ OA ചേഞ്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ OA ചേഞ്ച് വന്നിരിക്കുന്നത് കോൾ OA ചേഞ്ച് വന്നിരിക്കുന്നത് 55,200 പുട്ട് OA ചേഞ്ച് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 55,000 തന്നെയാണ്. അതായത് 55,000 എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. കാരണം പുട്ട് OA ചേഞ്ചും പുട്ട് ഏറ്റവും കൂടുതൽ റൈറ്റ് ചെയ്തിരിക്കുന്നതും ഈ 55,000 തന്നെയാണ്. ഇപ്പം കോഡ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റൈറ്റിംഗ് വന്നിരിക്കുന്നത് ഈ 55,500 അപ്പോൾ 55,500 എന്ന് പറയുന്നത് നല്ല ഒരു റെസിസ്റ്റൻസ് സോണായിട്ടും നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓരോ സ്ട്രൈക്ക് പ്രൈസിലും ഇപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഓരോ സ്ട്രൈക്ക് പ്രൈസിലും നല്ല റൈറ്റിങ്സ് നടക്കുന്നുണ്ട്. അതായത് കോൾ നല്ല റൈറ്റിങ്സ് എല്ലാ സ്ട്രൈക്ക് പ്രൈസിലും തന്നെ നടക്കുന്നുണ്ട്. ഈ ഒരു സ്ട്രൈക്ക് പ്രൈസിൽ 55,200 റേഞ്ചിൽ നല്ല ഒരു കോൾ റേറ്റിംഗ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ അടുത്തൊരു ലെവൽ എന്ന് പറയുന്നത് ഈ 54,400 ആണ്. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത്. ഇനി സപ്പോർട്ട് ലെവൽ മെയിനായിട്ട് വരുന്നത് ഈ 55,000 ആണ്. അപ്പം നാളെ ഇപ്പം നിഫ്റ്റീൻ്റെ എക്സ്പയറിയും കൂടിയാണ്. അപ്പം ഇപ്പം താഴേക്കൊരു മൂവ് കിട്ടുകയാണെങ്കിൽ നല്ലൊരു മൂവ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ബാങ്ക് നിഫ്റ്റീൻ്റെ കേസിൽ ഈ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ഇതൊരു റൗണ്ട് ലെവലാണ് 55,000 എന്ന് പറയുന്നത്. അപ്പോൾ അത്ര ഈസി ആയിട്ട് അത് ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഇല്ല. ഇൻ കേസ് അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല ഷോർട്ട് മൂവ് നമുക്ക് താഴേക്ക് കിട്ടാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഇന്നിപ്പം ക്ലോസ് വന്നിരിക്കുന്നത് ഈ ഒരു ലെവലിലാണ്. അപ്പോൾ മാർക്കറ്റ് നാളെ ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ആവുന്നതെങ്കിലും ഈ ഒരു റേഞ്ചിന് മുകളിലാണ് ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ആവുന്നതെങ്കിലും ഇവിടുന്ന് തന്നെ വീണ്ടും ഇന്നത്തെ പോലെ സപ്പോർട്ട് എടുത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇൻ കേസ് ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഇത് ബ്രേക്ക് ചെയ്തിട്ടാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ടാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഒരു പുൾ ബാക്ക് എടുത്ത് ഈ ലെവൽ വീണ്ടും ഒന്ന് ടെസ്റ്റ് ചെയ്ത് താഴേക്ക് തന്നെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഷോർട്ട് പോകാം.
ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ലോ എന്ന് പറയുന്നത്, ഈ 55,000 എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. അപ്പം അത് ക്ലിയർ ആയിട്ട് ബ്രേക്ക് ഔട്ട് ചെയ്ത് റീടെസ്റ്റ് ചെയ്തിട്ട് മാത്രം എൻട്രി എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഈ ഗ്യാപ്പ് ഡൗൺ ആയി ഈ ഒരു റേഞ്ചിന് താഴെ ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണെങ്കിൽ ഒന്ന് ഈ റേഞ്ചിൽ റീടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഷോർട്ട് നോക്കാം. ഈ റേഞ്ചിൻ്റെ ഉള്ളിലാണ് ഗ്യാപ്പ് ഡൗൺ ആയിട്ട് വരുന്നതെങ്കിൽ ഈ ഒരു ലെവലിൽ സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കിവിടുന്ന് ചെറിയ ലോങ് ആണ് നോക്കാൻ പറ്റുക, കാരണം ഈ റേഞ്ച് അവിടെ ബ്രേക്ക് ആയിട്ടില്ലെങ്കിൽ. അപ്പം അതുപോലെ തന്നെ ഇപ്പം മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പം ഇവിടെയാണ് ക്ലോസിങ് വന്നിരിക്കുന്നത്. ഇപ്പം ഗ്യാപ്പ് അപ്പായിട്ടാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഈ ഒരു റേഞ്ചിലൊക്കെ ഓപ്പൺ ആയി ഇവിടെ ഒരു ചെറിയ ഒരു റീടെസ്റ്റ് ഒക്കെ ചെയ്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് ലോങ് നോക്കാം. പക്ഷേ മുകളിലേക്ക് നോക്കുമ്പോൾ ഓരോ ലെവലിലും നമുക്ക് ചിലപ്പോൾ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പം ഇത് ടെസ്റ്റ് ചെയ്ത് ഇനി ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അടുത്തൊരു ലെവല് ഈ 55,500 എന്ന് പറയുന്നതും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണാണ്. ആ രീതിയിൽ വേണം മുകളിലേക്കുള്ള എൻട്രീസ് നോക്കാൻ. ഇൻ കേസ് നാളെ ഇപ്പോൾ ഫ്ലാറ്റ് ഓപ്പണിംഗ് ഒക്കെ ആണെങ്കിൽ ഈ ഒരു ലെവൽ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് മാർക്കറ്റ് കിട്ടുന്ന രീതിയിൽ വേണമെങ്കിൽ ട്രേഡ് നോക്കാം. അതല്ല ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു അടുത്ത ലെവൽ വരെ എന്നുള്ള രീതിയിൽ നമുക്ക് എൻട്രീസ് നോക്കാം. അപ്പോൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ നമുക്ക് ലോങ്ങും മെയിനായിട്ട് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ ഷോർട്ടും നോക്കാം. അപ്പോൾ മെയിനായിട്ട് ഞാൻ പറഞ്ഞു, ഈ ക്ലിയർ ലോങ് കിട്ടണമെങ്കിൽ ഈ ഒരു റേഞ്ച്, അതായത് 55,500 ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലോങ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് കിട്ടുന്ന ലോങ് എന്ന് പറയുന്നത് ഒരു സ്മൂത്ത് ആയിട്ടുള്ള മൂവ് ചിലപ്പം കിട്ടണമെന്നില്ല. പക്ഷേ നാളെ ഇപ്പോൾ നിഫ്റ്റീൻ്റെ എക്സ്പയറി ആയതുകൊണ്ട് ഒരു ഷോർട്ട് കവറിങ് വരികയാണെങ്കിൽ നല്ലൊരു മൂവ് നമുക്ക് കിട്ടും. അപ്പോൾ അത് നോക്കിയിട്ട് ട്രേഡ് എടുക്കുക. ഇത് നിഫ്റ്റിയുടെ 50 മിനിറ്റ് ചാർട്ടാണ്. നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ വാല്യൂസ് നോക്കുകയാണെങ്കിൽ, ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് വന്നിരിക്കുന്നത് ഈ 24,600 അത് കഴിഞ്ഞാൽ വരുന്നത് 24,500 ആണ്, പിന്നെ 24,400 ആണ്. അപ്പം നല്ല ഒരു സപ്പോർട്ട് അവിടെ ഓരോ സ്ട്രൈക്ക് പ്രൈസിലും ബിൽഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ കോൾ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 25,000 ആണ്. അതിന് താഴെ ഏറ്റവും കൂടുതലായിട്ട് വന്നിരിക്കുന്നത് 24,700 ആണ്. അപ്പം OA ചേഞ്ച് നോക്കുകയാണെങ്കിലും OA ചേഞ്ചിലാണെങ്കിലും പുട്ട് റേറ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. അത് 24,600 ആണ്. അപ്പോൾ 24,600 എന്നുള്ളത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ ആയിട്ട് മാറുന്നുണ്ട്. അപ്പം നമുക്കിപ്പം PCR വാല്യൂ നോക്കുകയാണെങ്കിൽ 1.09 ആണ്. അപ്പോൾ നാളെ ഇപ്പം എക്സ്പയറിങ് കൂടിയാണ്. അപ്പോൾ 1.07 എന്ന് പറയുന്നത് ഒരു ബുള്ളിഷ് ആയിട്ടാണ് ഇപ്പം നിഫ്റ്റിൻ്റെ ഒരു ബയസ് PCR വാല്യൂ വെച്ച് ഉള്ളത്. അതുപോലെ തന്നെ മാക്സ് പെയിൻ എന്ന് പറയുന്നത് 24,600 ആണ്. അപ്പോൾ നാളെ ഇപ്പം മാർക്കറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞിട്ട് നോക്കിയാലാണ് നമുക്ക് കറക്റ്റായിട്ട് അറിയുള്ളൂ. ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് 24,600 മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ ചാൻസ് ഉള്ള ലെവലെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചാർട്ട് നോക്കുകയാണെങ്കിൽ, ചാർട്ട് തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് ഈ 24,600 എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ ആയിട്ട് ഉണ്ട്. ഇപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഡാറ്റ വെച്ചിട്ടാണെങ്കിൽ ഈ 24,600 നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരു ലെവലാണ്. അതിനുശേഷം അടുത്തൊരു സ്ട്രൈക്ക് പ്രൈസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവൽ 24,500 ഈ ഒരു ലെവലിലും നല്ല ഒരു പുട്ട് റേറ്റിംഗ് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ മെയിനായിട്ട് വരുന്നൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് അടുത്തൊരു മെയിനായിട്ട് വരുന്ന ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന സപ്പോർട്ട് സോണ്. ഇനിയിപ്പം റെസിസ്റ്റൻസ് സോൺ നോക്കുകയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു കോള് അല്ലെങ്കിൽ മാർക്കറ്റ് തന്നെ ഇപ്പോൾ ഒരു ബെയറിഷിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്, അതിലൊരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റ് വരണമെങ്കിൽ തന്നെ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്താലാണ് നമുക്ക് മാർക്കറ്റിലൊരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റ് വന്നു എന്നെങ്കിലും നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ ഇതാണ് മെയിനായിട്ട് വരുന്ന ഒരു റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞാൽ മെയിനായിട്ട് വരുന്നൊരു റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 25,000 ആണ്. ചാർട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവൽ നമുക്ക് നല്ലൊരു റെസിസ്റ്റൻസ് സോണായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇന്നത്തെ ക്ലോസ് വന്നിരിക്കുന്നത് ഈ ഒരു ലെവലിലാണ്. അപ്പം നാളെ ഒരു ഗ്യാപ്പ് അപ്പായിട്ടാണ് ഓപ്പൺ ആവുന്നതെങ്കിലും ഒരു റീടെസ്റ്റ് ചെയ്ത് ഈ ഒരു ലെവലിൽ നിന്നൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലെവൽ വരത്തേക്കൊക്കെ നമുക്ക് ലോങ് നോക്കാം. അതെല്ലാം ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഈ ലെവലിൽ നിന്ന് ഓപ്പൺ ആയി ഇവിടെ ഒരു റീടെസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് താഴേക്ക് ചെറിയ ഷോർട്ടൊക്കെ നോക്കാം. അപ്പോൾ ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് 24,600
600 നല്ലൊരു സപ്പോർട്ടാണ്. അപ്പം നാളെ ഈ ഒരു ലെവലിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ നമുക്കതൊരു നല്ലൊരു ലോങ് തന്നെ നോക്കാനുള്ള എൻട്രീസ് ആണ്. ഇൻ കേസ് ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഷോർട്ടിനുള്ള എൻട്രീസ് ആയിരിക്കും നാളെ ട്രിഗർ ആവുക. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. അപ്പം ഈ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ പോലും ഈ ഒരു ലെവലിൽ നിന്ന് ഈ 24,600 മുകളിലായിട്ട് തന്നെ ഒന്ന് കുറച്ച് ക്യാൻഡിൽസ് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്തിട്ട് മുകളിലേക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ലോങ് നോക്കാം. അപ്പം ലോങ് നോക്കാനുള്ള 2 ഓപ്ഷൻ എന്ന് പറയുന്നത് ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ്. ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യും. കാരണം ഇന്ന് ക്ലോസ് വന്നിരിക്കുന്ന ലെവൽ എന്ന് പറയുന്നത് 24,600 ആണ്. അപ്പോൾ ആ ഒരു ലെവൽ നല്ലോണം പുട്ട് റൈറ്റിംഗ് നടക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് സോൺ ആണ്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലോങ്ങിനുള്ള ചാൻസിനേക്കാളും ഷോർട്ടും കൂടി നോക്കാൻ പറ്റുന്ന ഒരു ലെവലായി മാറും. 24,600 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ താഴെ ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെങ്കിൽ ലോങ് എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം ലോങ് എടുക്കുക. അതുപോലെ തന്നെ നിഫ്റ്റി നാളെ എക്സ്പയറി ആണ്. അപ്പം ഒരു മൂവ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഷോർട്ട് കവറിങ് കിട്ടും. അതല്ലെങ്കിൽ ഒരു റേഞ്ച് ബൗണ്ടായിട്ട് ഈ ഒരു ലെവലിൽ ഈ ഒരു മാർക്കറ്റ് ഈ ഒരു ലെവലിൽ പോയി ഈ ഒരു റേഞ്ച് ബൗണ്ടായിട്ട് നിൽക്കാനുള്ള ചാൻസും ഉണ്ട്. അതല്ലെങ്കിൽ അടുത്തൊരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലിൽ നിൽക്കാനുള്ള ചാൻസും ഉണ്ട്. ഇപ്പം നാളെ ഇപ്പോൾ എക്സ്പയറി ആയതുകൊണ്ട് ഇവിടെ മെയിനായിട്ട് വരുന്നൊരു സപ്പോർട്ട് സോണും കൂടി ഉണ്ട്. അപ്പോൾ ഇതും കൂടി ഞാൻ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ 2 ലെവലുകൾ ഈ ഒരു ലെവലും അതായത് റൗണ്ട് ലെവൽ 25,000ഉം അതുപോലെ തന്നെ ഈ ഒരു ലെവലും ഇത് രണ്ടും ബ്രേക്ക് ചെയ്യാനുള്ള ഇതിൻ്റെ ഒരു ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ 2 ലെവലും ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇപ്പോൾ ഡൗൺ അടിച്ചാലും ഈ ഒരു ലെവലിൽ നിന്ന് സപ്പോർട്ട് എടുക്കാനും ഇപ്പോൾ അപ്പ് പോയി കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ നിന്ന് സപ്പോർട്ട് എടുക്കാൻ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാനുള്ള പ്രോബിലിറ്റിയാണ് കൂടുതലുള്ളത്. നല്ല പോയിന്റ്സ് ഉള്ള ഒരു റേഞ്ചുമാണ്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. ഇൻ കേസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു മൂവ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം നിഫ്റ്റീൻ്റെ 50 മിനിറ്റ്സ് ക്യാൻഡിൽ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുക. താങ്ക് യു.